ധ്രുവൻ ആത്മകഥം തുടരുകയാണ്. പ്രസാദിപ്പിക്കുവാൻ വളരെയേറെ പ്രയാസമുള്ള ജഗദീശ്വരനെ അതികഠിനമായ തപസ്സുകൊണ്ട് പ്രസാദിപ്പിച്ച ശേഷം അനന്യമായ ലൗകിക സുഖഭോഗങ്ങളും മഹാരാജ പദവിയും വരമായി ആവശ്യപ്പെട്ട എൻ്റെ യാചന ആയുസ്സറ്റവനിൽ ചെയ്ത ചികിത്സ പോലെ നിഷ്പ്രയോജകമായി ഭവിച്ചു. കാരണം സകല പ്രകാരത്തിലുള്ള ദുഃഖങ്ങളുടെയും ഹേതുവായിട്ടുള്ള സംസാരത്തെ തീർത്തും നശിപ്പിച്ച് നിത്യാനന്ദപ്രദായകമായ പരമപുരുഷാർത്ഥത്തെ നൽകുന്നതിന് സമർത്ഥനായ ആ സർവേശ്വരനോട് ഞാൻ വീണ്ടും സംസാര ദുഃഖങ്ങൾക്ക് കാരണമായിട്ടുള്ള ഐശ്വര്യ സമൃദ്ധിയല്ലേ യാചിച്ചത്? പരമപദപ്രാപ്തിയാകുന്ന പരമാനന്ദത്തെ സ്വഭക്തന് പ്രദാനം ചെയ്യാൻ പ്രാപ്തനായ പരമപുരുഷൻ കൺമുന്നിൽ പ്രത്യക്ഷനായി ആഗ്രഹമുള്ള വരം വരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പുണ്യവിഹീനനായ ഞാൻ ദേഹാഭിമാനത്തെ വളർത്തുന്ന രാജപദവിയാണ് യാചിച്ചത്. വേണ്ടുന്ന ധനം ദാനമായി നൽകാൻ ത്രാണിയുള്ള മഹാധനികനോട് കേവലം നിസ്സാരങ്ങളായ ധാന്യമണികൾ ആവശ്യപ്പെട്ട പരമദരിദ്രനെ പോലെയാണ് എൻ്റെ അവസ്ഥ. അദ്ദേഹം വീണ്ടും ഈ അവസ്ഥ അദ്ദേഹം തിരിച്ചറിയുകയാണ്. ഈ അവസ്ഥ തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവിൽ അദ്ദേഹം അതിനെ മറികടക്കുന്നില്ലേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മുന്നിൽ കിടക്കുന്നത് പാമ്പാണോ കയറാണോ എന്ന സംശയത്തിൽ ഒരു തീർച്ചയുണ്ടായിക്കഴിഞ്ഞാൽ, അത് പാമ്പാണെന്നോ അല്ല കയറാണെന്നോ തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ, ആ തിരിച്ചറിവ് നേരത്തെ ഉണ്ടായിരുന്ന സംശയത്തെ മറികടക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ തിരിച്ചറിവ് ഇദ്ദേഹത്തിനുണ്ടാകുന്നു. ആ തിരിച്ചറിവ് ഇദ്ദേഹത്തിനുണ്ടാകാൻ കാരണം ഭഗവാന്റെ അനുഗ്രഹമാണ്. ഭഗവാൻ എന്താ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചത്? ഈ ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുകയും ചെയ്ത ശേഷം അവസാന കാലത്ത് നീ എന്നെ വേണ്ടതുപോലെ സ്മരിക്കും. ശരീരനാശാനന്തരം ഋഷിലോകത്തിനും മുകളിലായി സ്ഥിതി ചെയ്യുന്നതും ലോകരാലും പൂജിക്കപ്പെടുന്നതുമായ എൻ്റെ ലോകത്തെ നീ പ്രാപിക്കും. അവിടെ പ്രവേശിക്കുന്ന യതിവര്യന് പുനർജന്മമില്ല. അവൻ പിന്നീട് ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നതല്ല. അപ്പം ഇത് ഏത് രീതിയിലാണ് ഒരു കുറഞ്ഞ വരമാകുന്നത്? അപ്പം ഇതിനാകെയുള്ള ഒരു കുറവ് ജീവൻ മുക്തനല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ആത്മഗതത്തിലൂടെ കടന്നുപോയ ധ്രുവൻ വാസ്തവത്തിൽ ജീവൻ മുക്തനായില്ലേ എന്നുള്ളതും നാം ചിന്തിക്കേണ്ടതാണ്. പിന്നെന്തിനാ അദ്ദേഹത്തിൽ ഈ അതൃപ്തി ഉണ്ടാക്കിയത് ഭഗവാൻ? ഈ അതൃപ്തി ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന അതൃപ്തി, അതാണിത്. ഇത് സാധാരണ അതൃപ്തിയല്ല, ഇത് ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന അതൃപ്തിയാണ്. ഈ അതൃപ്തി ഉള്ളിടത്തോളം കാലം വേണ്ടാത്തതൊന്നും ചെയ്യുകയില്ല. ഏറ്റവും ഉന്നതമായ രാജപദവിയെ അലങ്കരിക്കുന്ന സമയം മനുഷ്യനാണ് ധ്രുവൻ. ഈ കിട്ടിയ വരങ്ങളെല്ലാം മറന്നു പോകാം, അതിൽ ഭ്രമിക്കാം. അതിൽ ഭ്രമിക്കാതിരിക്കണമെങ്കിൽ എന്തു വേണം? അവസാന കാലത്ത് മാത്രം ഈശ്വരനെ സ്മരിച്ചാൽ പോരാ, നിരന്തരം ഈശ്വര സ്മരണയുണ്ടാകണം. നിരന്തരം ഈശ്വര സ്മരണയുണ്ടാകണമെങ്കിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയ അതൃപ്തിയുണ്ടാകണം. അതുകൊണ്ട് അതൃപ്തി ഒരു മോശമായ കാര്യമല്ല. ജിദ്ദു കൃഷ്ണമൂർത്തി അഭിപ്രായപ്പെടുന്നത് ഈ അതൃപ്തിയെ പരമപവിത്രമായി കണ്ടുകൊണ്ട് അതിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. ആ അതൃപ്തി മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തുകൊള്ളും. അതൃപ്തന് ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന അതൃപ്തർ അല്ലാതെ ഉള്ള അതൃപ്തിയല്ല. അല്ലാതുള്ള അതൃപ്തരെ നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. അവരുടെ ആ അതൃപ്തി എങ്ങോട്ടും കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുമില്ല. വിനാശകരമായ അവസ്ഥയിലേക്കാണ് പലരുടെയും അതൃപ്തി അവരെ കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന അതൃപ്തി പരമമായ പദത്തിലേക്ക് ക്രമേണ എത്തിക്കും. പതിക്കുവാൻ സാധ്യതയുള്ള തലമാണ് മഹാരാജ പദവി. അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നാണ്. അബ്സല്യൂട്ട് പവർ കിട്ടുകയാണ്. ശരിക്കും ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയിട്ട്
ചെയ്ത തപസ്സിൻ്റെ പരിണതഫലമായി കിട്ടുന്നതുമാണ്. അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പതനം ഉറപ്പാണ്. ധ്രുവൻ്റെ പതനം സമ്പൂർണമായിട്ടും തടയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഭഗവാൻ കൊടുത്ത വരദാനമാണ് ഈ അതൃപ്തി. അതൃപ്തി ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇതിലൊന്നും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവുകയില്ല. തൻ്റെ രാജകീയ സുഖഭോഗങ്ങളിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടാവുകയില്ല. അദ്ദേഹം എത്ര സുഖമനുഭവിച്ചാലും അപ്പോൾ അദ്ദേഹത്തിന് ഭഗവത് സ്മരണ ഉണരും. അതല്ലേ പരിപൂർണമായ സുഖം, ഇതല്ലല്ലോ എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം നിരന്തര ഈശ്വര സ്മരണയോടുകൂടി പരമമായ ഭൗതിക ലൗകിക സുഖങ്ങൾ അനുഭവിക്കുവാൻ അദ്ദേഹത്തിന് ഈശ്വരൻ കൊടുത്ത വരദാനമാണ് ഈ അതൃപ്തി. അതുകൊണ്ട് അതൃപ്തി മോശമായ കാര്യമല്ല, അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ധ്രുവൻ്റെ ഈ ആത്മഗതം വളരെ പ്രധാനപ്പെട്ടതും ആണ്. ലൗകികമായ ആഗ്രഹ സഫലീകരണത്തിന് ശേഷമാണിതുണ്ടാകുന്നത് എന്നും തിരിച്ചറിയേണ്ടതാണ്. അപ്പം ഭഗവാന് കണ്ടറിഞ്ഞല്ലേ ഭഗവാൻ അനുഗ്രഹിച്ചത്. ധ്രുവൻ തപസ് അനുഷ്ഠിച്ചു നേടിയതാണ് എങ്കിലും വരം ചോദിച്ചോളാൻ പറഞ്ഞപ്പം ഇദ്ദേഹം ഒന്നും പ്രത്യേകിച്ച് ചോദിക്കുന്നതായിട്ട് വ്യാസഭഗവാൻ പറയുന്നില്ല. ഭഗവാൻ കണ്ടറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആത്മഗതം ധ്രുവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് എന്തുകൊണ്ട് ഭഗവാൻ തിരിച്ചറിഞ്ഞില്ല? ഏറ്റവും ലൗകികവും അലൗകികവുമായ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ ധ്രുവന് വരദാനമായി കൊടുത്ത ഭഗവാൻ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? ഇവ കിട്ടിയാൽ ധ്രുവന്റെ മനസ്സ് അതൃപ്തമായിരിക്കും എന്ന്. അപ്പോൾ ഈ അതൃപ്തിയും ഭഗവാന്റെ അനുഗ്രഹം തന്നെയായിരിക്കണം. കാരണം ഈ അതൃപ്തിയാണ് ജീവിതത്തിൽ ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ധ്രുവനെ സഹായിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും. അതല്ലെന്നുണ്ടെങ്കിൽ വഴി പിഴച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. ധ്രുവൻ പറയുകയാണ്, പ്രസാദിപ്പിക്കുവാൻ വളരെയേറെ പ്രയാസമുള്ള ജഗദീശ്വരനെ അതികഠിനമായ തപസ്സുകൊണ്ട് പ്രസാദിപ്പിച്ച ശേഷം അനന്യമായ ലൗകിക സുഖഭോഗങ്ങളും മഹാരാജ പദവിയും വരമായി ആവശ്യപ്പെട്ട എൻ്റെ യാചന ആയുസറ്റവനിൽ ചെയ്ത ചികിത്സ പോലെ നിഷ്പ്രയോജകമായി ഭവിച്ചു. വാസ്തവത്തിൽ ധ്രുവനൊന്നും ചോദിച്ചിട്ടില്ല. ധ്രുവന് ആഗ്രഹമുണ്ടായിട്ടുണ്ടാകാം, ഭഗവാൻ അത് കണ്ടറിഞ്ഞാണ് അനുഗ്രഹിച്ചത്. എങ്കിൽ ഈ അതൃപ്തിയെയും ഭഗവാൻ കാണേണ്ടതായിരുന്നില്ലേ? ഇത്രയധികം കഠിനമായ തപസ്സനുഷ്ഠിച്ച് വളരെ സനകാദികൾക്കു പോലും ദുഷ്കരമായ തപസ്സനുഷ്ഠിച്ച് ഭഗവാനെ പ്രസാദിച്ച് ഭഗവാൻ അനുഗ്രഹിച്ചപ്പോൾ ക്രാന്തദർശിയായ ഭഗവാൻ എന്തുകൊണ്ട് കണ്ടില്ല ഈ അതൃപ്തിയെ? ഈ അതൃപ്തി മോശമായിരുന്നുവെങ്കിൽ അപ്പോൾ ഈ അതൃപ്തി മോശമായതല്ല. ഈ അതൃപ്തി ശ്രേഷ്ഠമായ അതൃപ്തിയാണ്. തനിക്ക് കിട്ടിയതൊന്നുമല്ല പരമമായത് ഭഗവാന്റെ പാദപങ്കജങ്ങൾ തന്നെയാണ് എന്ന് ഓരോ പദം വെപ്പിലും ധ്രുവനെ ഓർമ്മിപ്പിക്കാനാണ് ഈ അതൃപ്തി. പ്രസാദിപ്പിക്കുവാൻ വളരെയേറെ പ്രയാസമുള്ള ജഗദീശ്വരനെ, ഇദ്ദേഹത്തിന് അതൃപ്തി ദുഃഖമാണെന്നാണല്ലോ നമ്മൾ സാധാരണഗതി പറയണത്. ഇദ്ദേഹം പരമമായതിനെക്കുറിച്ച് ചോദിക്കുന്നതിന് പകരം അല്പമായതിനെ ചോദിച്ചു. അതിൽ ദുഃഖിതനായിട്ടാണ് ധ്രുവൻ തിരിച്ചു പോകുന്നത് എന്നൊക്കെയാണ് സാധാരണ ഗതിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ധ്രുവൻ ഒന്നും കൂടെ തപസ് ചെയ്താൽ പോരെ? നാരദര് പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങൾ ധ്രുവന്റെ കയ്യിലുണ്ടല്ലോ. ബുദ്ധിയുടെ കാലുഷ്യം അകലുകയും ചെയ്തു. നാരദരുടെ മൊഴികളുടെ ആന്തരികാർത്ഥം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പ്രാപ്തമായി അദ്ദേഹത്തിൻ്റെ ബുദ്ധി. എങ്കിലത് മനസ്സിലാക്കിയിട്ട് ഒരു വട്ടം കൂടി ഒന്ന് തപസ് ചെയ്താൽ പോരായിരുന്നു? ഇതല്ലായിരുന്നു ഞാൻ ആഗ്രഹിക്കേണ്ടത്, ഇതല്ലായിരുന്നു ഞാൻ ചോദിക്കേണ്ടത്. അതുകൊണ്ട് ഈ കിട്ടിയത് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഞാൻ ഒന്നുകൂടി തപസ് ചെയ്യാൻ പോവുകയാണ്. ഒരു 6 മാസം കൂടി തപസ് ചെയ്താൽ പോരായിരുന്നു? അല്ലെങ്കിൽ ഒരു വർഷം തപസ് ചെയ്താൽ പോരായിരുന്നു? അതെന്താ ചെയ്യാതിരുന്നത്? അതിൻ്റെ ആവശ്യമില്ല.
ഈ അതൃപ്തി കൈമുതലായിട്ടുള്ളവർക്ക് വേറൊന്നും ആവശ്യമില്ല. ഈ അതൃപ്തി തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊള്ളും. പ്രസാദിപ്പിക്കുവാൻ വളരെയേറെ പ്രയാസമുള്ള ജഗദീശ്വരനെ അതികഠിനമായ തപസ്സുകൊണ്ട് പ്രസാദിപ്പിച്ച ശേഷം അനന്യമായ ലൗകിക സുഖഭോഗങ്ങളും മഹാരാജ പദവിയും വരമായി ആവശ്യപ്പെട്ട എൻ്റെ യാചന ആയുസ്സറ്റവനിൽ ചെയ്ത ചികിത്സ പോലെ നിഷ്പ്രയോജകമായി ഭവിച്ചു. കാരണം സകല പ്രകാരത്തിലുള്ള ദുഃഖങ്ങളുടെയും ഹേതുവായിട്ടുള്ള സംസാരത്തെ തീർത്തും നശിപ്പിച്ച് നിത്യാനന്ദപ്രദായകമായ പരമപുരുഷാർത്ഥത്തെ നൽകുന്നതിന് സമർത്ഥനായ ആ സർവേശ്വരനോട് ഞാൻ വീണ്ടും സംസാര ദുഃഖങ്ങൾക്ക് കാരണമായിട്ടുള്ള ഐശ്വര്യ സമൃദ്ധിയല്ലേ യാചിച്ചത്. ഇതൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവോട് കൂടിയിട്ടാണ് ഈ ഐശ്വര്യ സമൃദ്ധികളെ അനുഭവിക്കുന്നത് എങ്കിൽ ആ ഐശ്വര്യ സമൃദ്ധികൾ സംസാര ദുഃഖങ്ങൾക്ക് കാരണമാകുമോ എന്നുള്ളതാണ് ചോദ്യം. പലപ്പോഴും ഭൗതികമായ ലൗകികമായ ഐശ്വര്യ സമൃദ്ധി ദുഃഖങ്ങൾക്ക് കാരണമാകുന്നത് ഈ തിരിച്ചറിവില്ലാതെ അവ അനുഭവിക്കുന്നത് കൊണ്ടല്ലേ. അപ്പോൾ ഈ അതൃപ്തിയിലൂടെ അതൃപ്തിയുടെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുകയാണ് വ്യാസഭഗവാൻ. അതൃപ്തി, ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടുള്ള അതൃപ്തി സേക്രഡാണ്. അത് സംരക്ഷിക്കേണ്ടതാണ്, അത് കെടാതെ നോക്കേണ്ടതുമാണ്. അപ്പോൾ ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരുടെ അതൃപ്തി ശ്രേഷ്ഠമാണ്, അല്ലാത്തവരുടെ അല്ല. അല്ലാത്തവരുടെ അതൃപ്തി ദുഃഖകാരണമാണ്. ഈശ്വരാനുഗ്രഹത്തോടുകൂടി ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരുടെ അതൃപ്തി അത് മോക്ഷ കാരണം ആണ്, ദുഃഖ കാരണമല്ല. കാരണം ഇവിടെ ഇദ്ദേഹം തിരിച്ചറിയുകയാണ്, ഞാൻ സനാന്താദികൾക്കു പോലും സാധ്യമാകാത്തത് സാധിച്ചയാളാണ്. അവിടെ അഹങ്കാരത്തിൻ്റെ ധ്വനിയൊന്നുമില്ല. തൻ്റെ കഴിവുകളെ തിരിച്ചറിയുക മാത്രമാണ് ധ്രുവൻ ചെയ്യുന്നത്. എന്നിട്ട് ഞാനെന്താ ചോദിച്ചത്? ഭൗതികമായ സമൃദ്ധി. ഭഗവാനോട് ഞാൻ എന്തായിരുന്നു ചോദിക്കേണ്ടത്? സകല പ്രകാരത്തിലുള്ള ദുഃഖങ്ങളുടെയും ഹേതുവായിട്ടുള്ള സംസാരത്തെ തീർത്തും നശിപ്പിച്ച്, ഈ സംസാരം എങ്ങനെയാ ദുഃഖങ്ങൾക്ക് ഹേതുവാകുന്നത്? ഭിന്നത്വമുണ്ടാക്കുന്നത് കൊണ്ട്. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണം ഏകമായതിനെ അനേകമായിട്ട് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ സംസാരം ദുഃഖങ്ങളെ ഉണർത്തുന്നത്. അപ്പോൾ ഭഗവാനെ പ്രസാദിപ്പിച്ചപ്പോൾ ആ ദുഃഖ നിവൃത്തിയായിരുന്നു ആഗ്രഹിക്കേണ്ടിയിരുന്നത്. നിത്യാനന്ദപ്രദായകമായ പരമപുരുഷാർത്ഥത്തെ നൽകാൻ സമർത്ഥനായ ഭഗവാനോട് ഞാൻ ചോദിച്ചത് ആ സംസാര ദുഃഖങ്ങൾക്ക് കാരണമായിട്ടുള്ള ഐശ്വര്യ സമൃദ്ധിയെയാണ്. അപ്പം എൻ്റെ ഒരു ചോദ്യം ഇവിടെ, ഈ തിരിച്ചറിവോടു കൂടിയ ധ്രുവൻ സംസാര ദുഃഖങ്ങൾക്ക് കാരണമായ ഐശ്വര്യ സമൃദ്ധിയെ അനുഭവിക്കുമ്പോൾ അവ സംസാര ദുഃഖങ്ങൾക്ക് കാരണമാകുമോ എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. കാരണം അവെയറായിട്ടാണ് ഇതുമായിട്ട് ഇടപഴകുന്നത്. ഈ ഒരു തിരിച്ചറിവോടുകൂടിയാണ്, ഈ ഒരു അതൃപ്തിയോട് കൂടിയിട്ടാണ് ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന സുഖഭോഗങ്ങളെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ സുഖഭോഗങ്ങളൊന്നും അദ്ദേഹത്തെ സ്പർശിക്കാൻ പോകുന്നില്ല. ആ സുഖഭോഗങ്ങൾക്കൊന്നും അദ്ദേഹത്തിനെ വലിച്ച് താഴെയിടുവാൻ സാധിക്കുകയില്ല. വെള്ളത്തിൽ കിടക്കുന്ന താമരയില പോലെ ഒട്ടലൊന്നും കൂടാതെ ഈ അനുഭവങ്ങൾ അനുഭവിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അതൃപ്തിയെ ഭഗവാൻ വരദാനമായി കൊടുത്തത്. അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്യുവാൻ കെൽപ്പുള്ള ഭഗവാൻ എന്തുകൊണ്ടാണ് ധ്രുവന് ഈ അതൃപ്തിയെയും കൂടി ഇല്ലാതാക്കത്തക്ക വിധത്തിലുള്ള അനുഗ്രഹത്തെ കൊടുക്കാതിരുന്നത് എന്നുള്ളതിന് ഉത്തരം കിട്ടേണ്ടി വരും. ധ്രുവൻ വീണ്ടും ചിന്തിക്കുകയാണ്. പരമപദപ്രാപ്തിയാകുന്ന പരമാനന്ദത്തെ സ്വഭക്തന് പ്രദാനം ചെയ്യാൻ പ്രാപ്തനായ പരമപുരുഷൻ കൺമുന്നിൽ പ്രത്യക്ഷനായി ആഗ്രഹമുള്ള വരം വരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പുണ്യവിഹീനനായ ഞാൻ ദേഹാഭിമാനത്തെ വളർത്തുന്ന രാജപദവിയെയാണ് യാചിച്ചത്. വാസ്തവമാണ്.
പക്ഷെ കിട്ടിയത് അത് മാത്രമാണോ? കിട്ടിയത് അത് മാത്രമല്ല. കിട്ടിയത് വിദേഹമുക്തി ചോദിച്ചിട്ടില്ല, പക്ഷെ വിദേഹമുക്തിയും കൊടുത്തു. ചോദിക്കാത്ത വിദേഹമുക്തി കൊടുത്ത ഭഗവാൻ എന്തുകൊണ്ടാണ് ജീവൻ മുക്തിയെ പ്രദാനം ചെയ്യാതിരുന്നത്? വാസ്തവത്തിൽ പരോക്ഷമായിട്ട് ജീവൻ മുക്തിയെയും പ്രദാനം ചെയ്തു. കാരണം ധ്രുവൻ ഇനി ധ്രുവപദത്തിലെത്തുന്നത് വരെയുള്ള ജീവിതം ഈ അതൃപ്തിയോടുകൂടിയായിരിക്കും നയിക്കുക. അപ്പോൾ ഈ അതൃപ്തി അദ്ദേഹത്തിൽ നിരന്തരമായിട്ടുള്ള ഈശ്വര സ്മരണയെ ഉണർത്തും. നിരന്തരമായി ഉണർത്തപ്പെടുന്ന ഈശ്വര സ്മരണ ഈശ്വര പദത്തെ അല്ലാതെ വേറെ എന്തിനെയാണ് കൊണ്ടുതരിക? പരമപദപ്രാപ്തിയാകുന്ന പരമാനന്ദത്തെ സ്വഭക്തന് പ്രദാനം ചെയ്യാൻ പ്രാപ്തനായ പരമപുരുഷൻ കൺമുന്നിൽ പ്രത്യക്ഷനായി ആഗ്രഹമുള്ള വരം വരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പുണ്യവിഹീനനായ ഞാൻ ദേഹാഭിമാനത്തെ വളർത്തുന്ന രാജപദവിയാണ് യാചിച്ചത്. വേണ്ടുന്ന ധനം ദാനമായി നൽകാൻ ത്രാണിയുള്ള മഹാധനികനോട് കേവലം നിസ്സാരങ്ങളായ ധാന്യമണികൾ ആവശ്യപ്പെട്ട പരമദരിദ്രനെ പോലെയാണ് എൻ്റെ അവസ്ഥ. വാസ്തവത്തിൽ ഇദ്ദേഹം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇദ്ദേഹം സങ്കല്പത്തോടുകൂടി തപസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സങ്കല്പം എന്തായിരുന്നു? എൻ്റെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള അധികാരം പുനഃസ്ഥാപിച്ച് കിട്ടണം എന്നുള്ളതായിരുന്നു സങ്കല്പം. പക്ഷെ ബാക്കിയൊക്കെ ഭഗവാൻ കണ്ടറിഞ്ഞു കൊടുത്തതാണ്. കണ്ടറിഞ്ഞു കൊടുത്ത ഭഗവാൻ എന്തുകൊണ്ട് ധ്രുവനുണ്ടാകാൻ സാധ്യതയുള്ള ഈ അതൃപ്തിയെ കണ്ടറിഞ്ഞില്ല? ഇതും ഭഗവാൻ കണ്ടറിഞ്ഞു. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ധ്രുവൻ അതൃപ്തനായിരിക്കണം എന്നാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്. കാരണം ഈ അതൃപ്തിയാണ് പിന്നീട് ധ്രുവനെ നേരായ വഴിയെ പോകാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് കേവലം ധാന്യമണികൾ കൊടുത്തു എന്നുള്ളതൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ടെമ്പററി ആയിട്ടുള്ള ചിന്തകൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് അപരോക്ഷാനുഭൂതിയല്ല, പരോക്ഷമായിട്ടുള്ള ഒരു അനുഭൂതിയാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ആ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടാകുന്നില്ലെങ്കിലും അദ്ദേഹത്തിനുണ്ടാകുന്ന തിരിച്ചറിവുകൾ അതിലൂടെ പോകുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മളിലുള്ള ആഗ്രഹം എന്തുമായിക്കൊള്ളട്ടെ, അത് സഫലീകരിക്കുവാൻ ഈശ്വര പദത്തെയാണ് ആശ്രയിക്കേണ്ടത്, വേറൊന്നിനെയുമല്ല. ഈശ്വര പദാരാധനയിലൂടെ കിട്ടുന്നത് പൂർണ്ണമായിട്ടുള്ളതല്ല എന്ന് നമുക്ക് തോന്നിയാൽ പോലും അത് പൂർണ്ണമായിട്ടുള്ളത് തന്നെയാണ്. ഈശ്വരാനുഗ്രഹത്താൽ കിട്ടുന്ന ഭൗതിക സമൃദ്ധി, ലൗകിക സമൃദ്ധി നമ്മളെ ഒരിക്കലും താഴോട്ട് വലിച്ചിടുന്നതല്ല. അത് നമ്മളെ സദാ ഊർധ്വഗതിയിലേക്ക് നയിക്കുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ കേവലം നശ്വരന്മാരായിട്ടുള്ള മനുഷ്യരുടെ പ്രസാദത്താൽ കിട്ടുന്നതാണ് എങ്കിൽ അത് നമ്മുടെ ഉയർച്ചയ്ക്കല്ല, പലപ്പോഴും നമ്മുടെ പതനത്തിനായിരിക്കും കാരണമാവുക. അതുകൊണ്ട് ഒരു കാരണവശാലും നിസാരന്മാരായിട്ടുള്ള മനുഷ്യരെ ആഗ്രഹപൂർത്തീകരണത്തിന് ആശ്രയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആഗ്രഹപൂർത്തീകരണത്തിന് എപ്പോഴും ഈശ്വര പദങ്ങളെ ആശ്രയിക്കണം. ഈശ്വരൻ തരുന്ന ആ വരദാനം പ്രത്യക്ഷത്തിൽ വരദാനത്തിന് ശേഷം പ്രത്യക്ഷത്തിൽ അപൂർണമാണെന്ന് തോന്നിയാലും അത് പൂർണ്ണമാൻ തന്നെയായിരിക്കും. നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സദാ പ്രേരിപ്പിക്കുന്ന രീതിയിൽ മാത്രമായിരിക്കും ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുക.